ഏറ്റവും അധികമായി മനസ്സിലാക്കി ഇന്ന് നമുക്ക് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ജീവിതം ശൂന്യമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അത് യേശു ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഭയങ്കര നിറമാണെന്നാണോ വിശ്വസിക്കുന്നത്? യേശു ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ഒരു ബിഗ് സീറോയാന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്നൂടെ. എനിക്കറിയാം, ഞാൻ നിർബന്ധിച്ചാൽ മാത്രമേ നിങ്ങൾ പറയത്തുള്ളൂ എനിക്കറിയാം. സോ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നു. യേശു ജീവിതത്തില്ലെങ്കിൽ ഞാനൊരു ബിഗ് സീറോയാന്ന് പറയുന്നവർ ഇന്ന് എനിക്കിവിടെ നിന്ന് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നതാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുവാൻ ദൈവം ഒരു അവസരം എനിക്ക് ദൈവം ഏറ്റവും അധികമായി ഒരുക്കി തന്നത്. യേശുവില്ലാത്ത ജീവിതം വെറും ശൂന്യമാണെന്ന് ഞാനിപ്പോൾ എൻ്റെ പഴയ ജീവിതങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടെന്ന് പറഞ്ഞേ, യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ എങ്കിൽ അലിയുവാൻ എൻ്റെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ എങ്കിൽ അലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാകണേ. എന്നെ മുറ്റും നീ കഴുകണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാകണേ. ഞാനിവിടെ വന്നപ്പോൾ കേട്ട ഒരു കാര്യമുണ്ട്. സക്കായിനെ കുറിച്ച് ഇതിനു മുമ്പ് ശുശ്രൂഷിച്ച ദൈവദാസൻ പറഞ്ഞു എന്ന് ഞാനിങ്ങനെ കേൾക്കൊണ്ടിടയിൽ തീർന്നു. സക്കായി ചെയ്ത കാര്യം എന്താണ്? സക്കായി യേശു എങ്ങനെ ഇരിക്കുന്ന മനുഷ്യനെന്ന് കാണുവാൻ എവിടെ കയറി? കാട്ടത്തിയുടെ മുകളിൽ കയറി. എങ്ങനെ ഇരിക്കുന്ന മനുഷ്യനെന്ന് കാണും. പക്ഷേ അതിന് മുൻപ് ഞാനൊരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. കുറേ മനുഷ്യരിങ്ങനെ നിൽക്കുകയാണ്. സക്കായി നേരെ പോയി യേശുവിനെ കണ്ടോ? അതിനൊരു കാരണമുണ്ടായിരുന്നു. എന്താണ് ആ കാരണം? സക്കായിക്ക് ഏറ്റവും ഭയങ്കര പൊക്കമായിരുന്നു അല്ലേ? ആണോ? അല്ല. പിന്നെ സക്കായി ഒരു നീളത്തിൽ കുറിയവനായിരുന്നു. സക്കായിക്കൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. സക്കായിക്ക് നീളമില്ലായിരുന്നു. അതുകൊണ്ട് സക്കായി എടുത്തൊരു തീരുമാനമുണ്ട്, ഞാൻ എങ്ങനെങ്കിലും യേശുവിനെ എനിക്കൊന്ന് കാണണം അല്ലേ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. അതിനു മുൻപ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എനിക്ക് യേശുവിനെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ എൻ്റെ മുൻപിലുണ്ടായാലും ഞാൻ അതിനെയെല്ലാം മറികടക്കും. അതിനെ മറികടന്നാൽ ഒരു കാരണമുണ്ട്. യേശു നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ പേർ ചൊല്ലി യേശു വിളിക്കും. അത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മളൊന്ന് യേശുവിനെ ഒന്ന് കാണുവാൻ ശ്രമിച്ചാൽ മതി. നിന്റെ അരികിലേക്ക് ഓടിയെത്തുന്ന ഒരു സ്നേഹമുണ്ട്. അത് മാത്രമല്ല, നിന്റെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു യേശുവുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ കർത്താവ് എൻ്റെ പേരൊന്ന് വിളിക്കണമേ എന്നല്ല, യേശുവിനെ കാണുവാൻ ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ യേശു നമ്മുടെ അടുക്കലേക്ക് വന്ന് നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്നോടുകൂടെ പാർക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ വൈകിയ സമയത്ത് യേശുവിനെ കൂടുതലായിട്ട് അന്വേഷിക്കുവാൻ, യേശുവിൻ്റെ മുഖത്തെ ഒന്ന് ഏറ്റവും അധികമായി ഒന്ന് തേടുവാൻ എത്ര പേർക്ക് കൊതിയുണ്ട്? ഹൃദയത്തിൽ നിന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. യേശുവിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. യേശുവിനെ നിങ്ങളുടെ പേർ ചൊല്ലുന്ന വിളിച്ച് കർത്താവ് നിങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. യേശുവിൻ്റെ മുഖം വന്ന് ഏറ്റവും അധികമായി എനിക്ക് അന്വേഷിക്കുവാൻ കൊതിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ചേർന്നൊന്ന് പാടി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ടോ? ഈ പാട്ട് അറിയാത്തവരുണ്ടോ? എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്നേഹത്താൽ എന്നെ മറയ്ക്കണേ എന്നേശുവേ, നിൻ ശക്തിയാൽ
എന്നെ പുതിയണേ എൻ്റെ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ്റെ യേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ എൻ്റെ യേശുവേ. ചേർന്ന് പഠിക്കുന്നു. നിൻ സ്നേഹത്താൽ എന്നെ മറക്കണേ എൻ്റെ യേശുവേ. നിൻ ശക്തിയാൽ എന്നെ പൊതിയണേ എൻ്റെ യേശുവേ. നിൻ സാന്നിധ്യം എന്നെ നടത്തണേ എൻ്റെ യേശുവേ. അങ്ങേ ദർശിപ്പാൻ എനിക്കാവണേ എൻ്റെ യേശുവേ. ചേർന്ന് പറഞ്ഞേ. ഓ യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എൻ്റെ മുഴുവനായി സമർപ്പിക്കുന്നേ. യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എൻ്റെ മുഴുവനായി സമർപ്പിക്കുന്നേ. എൻ്റെ മുറ്റും നീ കഴുകേണമേ എൻ്റെ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ കഴുകേണമേ എൻ്റെ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ചേർന്ന പാടം. എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോടു ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. എന്നിലെ ദുഃഖങ്ങൾ, ചേർന്ന് പാടിക്കേ. എന്നിലെ വേദന നിന്നോടു ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. ഓ യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എൻ്റെ മുഴുവനായി. ശബ്ദമുയർത്തി. യേശുവേ, യേശുവേ, അങ്ങിൽ അലിയുവാൻ എൻ്റെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എൻ്റെ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ, എന്നെ മുറ്റും നീ കഴുകേണമേ എൻ്റെ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എൻ മനോഭാരങ്ങൾ, വ്യാകുല ചിന്തകൾ നിൻ ത്യാഗമോർക്കുമ്പോൾ മറന്നു പോകും. നിൻ കൃപയോർക്കുമ്പോൾ, അങ്ങേ ധ്യാനിക്കുമ്പോൾ ഭാവി ആശങ്കകൾ ഒഴിഞ്ഞു മാറും. എൻ മനോഭാരങ്ങൾ, വ്യാകുല ചിന്തകൾ നിൻ ത്യാഗമോർക്കുമ്പോൾ മറന്നു പോകും. നിൻ കൃപയോർക്കുമ്പോൾ, നിന്നെ ധ്യാനിക്കുമ്പോൾ ഭാവി ആശങ്കകൾ. അങ്ങനെ വിശ്വസിക്കുന്നവർ ചേർന്നു പാടിക്കേ. യേശുവേ, ഓ യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എൻ്റെ മുഴുവനായി. യേശുവേ, യേശുവേ, അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ, അങ്ങിൽ അലിയുവാൻ എൻ്റെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എൻ്റെ യേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ.
ശബ്ദമുയർത്തി. എന്നെ മുറ്റും നീ. കുറച്ചുകൂടെ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. എന്നെ മുറ്റും നീ, എന്നെ മുറ്റും നീ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാക്കണേ. ഇന്ന് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് മനസ്സ് തുറന്നെന്ന് പറഞ്ഞേ, എൻ്റെ യേശുപ്പച്ച എന്നെ മുറ്റുമായി ഒന്ന് കഴുകണം. അങ്ങയോട് ചേർന്നുള്ളൊരു വാസം ഏറ്റവും അധികമായി ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് ചേർന്നുള്ളൊരു വാസം ഏറ്റവും അധികമായി ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പാപ സ്വഭാവത്തെ, എൻ്റെ ചില ചിന്തകളെ, എൻ്റെ ചില പ്രവർത്തികളെ, എനിക്കൊരുപാട് ഡ്രോബാക്സുകളുണ്ട്. പക്ഷേ അതെല്ലാം ഒന്ന് തിരുത്തി എന്നെ മുറ്റും ഒന്ന് കഴുകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കുറച്ചു പേരേ ഉള്ളൂ, കുറച്ചു പേരേ ഉള്ളൂ. അതോ ഞാൻ പാടുന്ന കൊള്ളത്തില്ലേ? അതുകൊണ്ടാണോ? അതെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് ശബ്ദം ഉയർത്തി പറയോ? ഞാൻ പാടുന്ന കൊള്ളത്തില്ലേ? അതോ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഇങ്ങനല്ല കേട്ടോ. നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കണം. നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നമ്മൾ കർത്താവിനെ ആരാധിക്കുവാൻ റെസ്പോൺസിബിലിറ്റി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളാണെങ്കിൽ ദൈവമക്കൾക്ക് ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. അങ്ങനെ അധികാരം തന്നിട്ടുള്ള ദൈവമക്കൾ ഒരിക്കലും ആരോടും അപേക്ഷിക്കാറില്ല, അവർ കൽപ്പിക്കത്തേ ഉള്ളൂ. അത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവമക്കൾ ഒരിക്കലും അപേക്ഷിക്കാറില്ല. നമ്മിൽ പകർന്നിരിക്കുന്ന അധികാരം അത് കൽപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് സാത്താന്റെ പ്രവൃത്തികളോടൊന്ന് പറഞ്ഞേ, ഞാൻ നിനക്കെതിരെ കൽപ്പിക്കുന്നു. എനിക്ക് വേണ്ടി ദൈവം മരിച്ചു, എനിക്ക് വേണ്ടി ദൈവം ഉയർത്തെഴുന്നേറ്റു. ആ കാൽവറിയിലെ രക്തം, അവിടെ പ്രാപിച്ച ജയം ഇന്ന് അധികാരമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട് ശക്തിയോടെ? ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം നമ്മൾ പോയി കിടന്നുറങ്ങുമ്പോൾ കുറ്റബോധമില്ലാതൊന്ന് കിടന്നുറങ്ങാൻ സാധിക്കണം. എന്താണെന്നറിയാവോ? ഞാൻ ദൈവത്തെ പൂർണ്ണമായി ആരാധിച്ചു എന്നുള്ളൊരു കുറ്റബോധം ഇല്ലാതെ. ബിക്കോസ് നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതം എങ്ങനെയാണ്. അടുത്ത നിമിഷം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതം അടുത്ത നിമിഷം എന്ത് സംഭവിക്കണം നിങ്ങൾക്കറിയാമോ? പക്ഷേ ആൽഫയും ഒമേഗയുമായ കർത്താവ്, ആദ്യനും അന്ത്യനുമായ കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തെ പറ്റി അറിയാമെങ്കിൽ, ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചുവെന്ന്, ഞാൻ എൻ്റെ കർത്താവിനെ പൂർണ്ണ മനസ്സോടെ ആരാധിച്ചുവെന്ന്, കുറ്റബോധമില്ലാതെ ഞാൻ ആരാധിച്ചുവെന്ന് ശക്തിയോടെ പറഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങാൻ സാധിക്കുന്നവർ എത്ര പേരുണ്ട്? അതുകൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിനോട് നമ്മൾ പറയുന്നത്, കർത്താവ് എന്നെ ഒന്ന് മുറ്റുമായിട്ടൊന്ന് കഴുകണം, എന്നെ മുറ്റുമായിട്ടൊന്ന് കഴുകി എന്നെ ശുദ്ധീകരിക്കണം. അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ മകളാക്കി തീർക്കുവാൻ എന്നിന്മേൽ പകർന്ന സ്നേഹം ഞാൻ ഒരിക്കലും മറന്നു കളയത്തില്ല. എനിക്കറിയത്തില്ല ഇത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല, എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എനിക്കറിയത്തില്ല. ബിക്കോസ് ഗോഡ് ഈസ് വാച്ചിങ് യു. ഞാൻ കണ്ടില്ലെങ്കിലും ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു. മനുഷ്യർ നിങ്ങളുടെ പുറമേ ഉള്ളത് നോക്കി നിങ്ങളെ വിധിക്കുമ്പോൾ എൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ, അതുകൊണ്ട് ഹൃദയത്തിൽ, എനിക്കറിയത്തില്ല നിങ്ങൾ എത്രമാത്രം ഇൻട്രസ്റ്റോടെയാണ് കർത്താവിനെ ആരാധിക്കുന്നത്. പക്ഷേ അറിയുന്ന ഒരാളുണ്ടെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം. ഞാനിന്ന് കർത്താവിനെ ഇവിടുന്ന് ആരാധിക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ എന്നോട് പലപ്പോഴും ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, അച്ചാച്ചൻ ഇതുപോലെ ക്യാമ്പിനൊന്നും പോയിട്ട് അച്ചാച്ചൻ ഇതുവരെ മിണ്ടായിരുന്നിട്ടില്ലേ? അച്ചാച്ചൻ പൂർണ്ണമായിട്ടാണോ ദൈവത്തെ ആരാധിച്ചത്? ഞാൻ ഹോണസ്റ്റ്ലി പറയാം, കുറച്ച് ക്യാമ്പുകളിൽ ഞാൻ കടന്നുപോയി. പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്പീഡുള്ള പാട്ടൊക്കെ വരുമ്പം ഏറ്റവും പുറകിൽ കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ അച്ചാച്ചന്മാരുണ്ടോ? ഏറ്റവും പുറകിൽ ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ളവർ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എനിക്കങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ ദൈവം എൻ്റെ ഹൃദയത്തെ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിൽക്കുവാനല്ല തോന്നിയത്. എനിക്ക് ദൈവത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലോസ് ടു ദ ലോർഡ്, ഒന്നുകൂടെ ഒന്ന് അടുത്ത് വരുവാൻ എനിക്ക് തോന്നി. അങ്ങനെ ദൈവം എന്നെ ഒന്ന് മാറ്റിയതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു പാസ്റ്ററുടെ മകനായിട്ട് തന്നെ ഫെയ്ത്ത് ഹോമിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ദൈവമക്കളുടെ സ്നേഹവും അവരുടെ പിടിയരിയും അവരുടെ വാത്സല്യം എല്ലാം എനിക്ക് ഏറ്റവും അധികം അനുഭവിക്കാൻ സാധിച്ചു.
കർത്താവിൻ്റെ വഴിയിൽ ഇങ്ങനെ നടന്നു. രാവിലെ സൺഡേയിലും രാവിലെ എഴുന്നേറ്റ് ചർച്ചൊക്കെ തൂത്ത് പായക്ക് ഇടുന്ന ജോലി പപ്പ എന്നെ ഏൽപ്പിച്ചു. ഞാനത് പൂർണ്ണമായിട്ട് ചെയ്തു. ദൈവമായിട്ടുള്ള ഏറ്റവും അടുപ്പത്തിലുള്ളൊരു ബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയം വന്നപ്പോൾ എന്തൊക്കെയോ എന്നെ അങ്ങ് പുറമോട്ടങ്ങ് വലിക്കുക. ദൈവത്തിൻ്റെ സ്നേഹത്തിലോട്ട് അടുക്കുവാതിരിക്കാൻ ആ സ്നേഹത്തിന് പുറമോട്ട് എന്തൊക്കെയോ പുള്ളൗട്ട് ചെയ്യുന്നു. ഞാൻ എൻ്റെ +2 പഠനം ഞാൻ കഴിഞ്ഞു. എൻ്റെ പപ്പയൊക്കെ പാലക്കാടിൻ്റെ പ്രദേശത്താണ് ശുശ്രൂഷയിലായിരിക്കുന്നത്. അവിടെ നിന്ന് എന്നെ പഠിക്കാൻ വേണ്ടി തിരുവല്ലയിലേക്ക് പപ്പ എൻ്റെ അമ്മയുടെ എൻ്റെ അങ്കിളിൻ്റെ കൂടെ എന്നെ പറഞ്ഞയച്ചു. ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്തു. ഡിഗ്രിക്ക് ഞാൻ പഠിക്കുവാൻ തുടങ്ങി. ആദ്യത്തെ വർഷം ഒരു 2-3 മാസം 3-4 മാസം ഞാൻ എങ്ങനെ വളർന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിന് കൂട്ടുകാരായി, ഫ്രണ്ട്സായി. കോളേജിൽ ഒരു ഹവർ ഇരുന്നില്ലേലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചാടിപ്പോകാം. അങ്ങനെ ആരെങ്കിലും ചാടിപ്പോകുന്നുണ്ടോ? ഉണ്ടോ? കോളേജിൽ പഠിക്കാൻ പോയി ആദ്യത്തെ ഹവേഴ്സൊക്കെ ചാടി ക്യാൻറ്റീനിലൊക്കെ പോയി പപ്സും ലൈമൊക്കെ കുടിക്കുന്നവരുണ്ടോ? ഞാൻ കുടിച്ചായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ കൂട്ടുകാരുമായിട്ട് അങ്ങനെ ആ ഒരു ജീവിതം ഇങ്ങനെ നയിച്ചു. പതുക്കെ ഞാൻ കർത്താവിൽ നിന്ന് അകലുവാൻ തുടങ്ങി. ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, എൻ്റെ പിതാവ് എങ്ങനെയാണ് ദൈവത്തെ സേവിക്കുന്നത്, അതെല്ലാം ഞാൻ മറന്നു. എന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പയ്യെ മറന്നുപോയി. അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കാൻ തുടങ്ങി. അത്രയും നാൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആള് പയ്യെ പഠനത്തിലും പുറമോട്ട് പോകാൻ തുടങ്ങി. പഠിക്കാൻ വേണ്ടി ഭയങ്കര മടി എൻ്റെ ജീവിതത്തിലുണ്ടായി. കാരണം ക്ലാസ്സിൽ കയറുന്നില്ല, ക്ലാസ്സിൽ കയറാതെ ക്യാൻറ്റീനിലും അങ്ങനെ വെളിയിലൊക്കെ ഇങ്ങനെ പോവുകയാണ് പണി. ദൈവത്തോട് ഏറ്റവും അകന്ന എൻ്റെ സമയങ്ങൾ. അങ്ങനെ ഞാൻ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് ഡിഗ്രി പാസ്സായി. ഞാൻ ഒരു PG ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള സമയം ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ തിരുവല്ലയിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നും ചർച്ചിൽ പോകുമായിരുന്നു. എൻ്റെ ചർച്ചിലെ എൻ്റെ സഹോദരൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവൻ്റെ പേര് ജുവൽ എന്നാണ്. അവൻ ഏറ്റവും പുറകിലിരിപ്പുണ്ട്. ഞാൻ ചർച്ചിൽ പോകാൻ എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകും. പക്ഷേ അവിടെ ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോരും. ഞാനതൊന്നും കേൾക്കത്തില്ല. ഇങ്ങനെ ആ പാസ്റ്ററുകൾ എന്തോ പറയുന്നേ, എന്തു വചനമൊക്കെ പറയുന്നതെന്നൊന്നും ഞാൻ കേൾക്കത്തില്ല. കേൾക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഇറങ്ങിപ്പോരും. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തൊരു ബേക്കറി ഉണ്ട്. ഞങ്ങളുടെ അടുത്ത ബേക്കറിയിൽ ജോയ്സീസ് എന്നാണ് ആ ബേക്കറിയുടെ പേര്. ആ ബേക്കറി പോയി യോഗം നടക്കുമ്പോൾ തന്നെ ഞാൻ പോയി പപ്സും ലൈമും, എനിക്ക് പപ്സും ലൈമും ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു കേട്ടോ. ഒന്ന് ചിരിക്ക്, എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കരുത് കേട്ടോ. അങ്ങനെ അവിടെ പോയി അങ്ങനത്തെ ജീവിതം. അങ്ങനെ ചർച്ചിൽ പോകുമായിരുന്നു. പക്ഷെ എറണാകുളത്ത് ഞാൻ പഠിക്കാൻ പോയതിന് ശേഷം ഞായറാഴ്ച എന്നുള്ള ദിവസം ഞാൻ ഔട്ടിങ്ങിന് പോകാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നു. കാരണം അന്ന് ക്ലാസ്സില്ല, അന്ന് കൂട്ടുകാരുടെ കൂടെ ഔട്ടിങ്ങിന് പോകും. ജീവിതത്തിലെ ഏറ്റവും പ്രയാസങ്ങൾ കടന്നു വന്ന നിമിഷം. ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫീസ് അടയ്ക്കുവാൻ പൈസ ഇല്ലാതായി. എങ്ങനെ ഫീസ് അടയ്ക്കുമെന്ന് ഞാൻ ആലോചിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മാസം പപ്പയും മമ്മിയും തന്ന ഫീസ് ഞാനെടുത്ത് മറിച്ച് വേറെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ ട്രിപ്പിന് പോയി. അന്നത്തെ മാസം ആരും ചോദിക്കത്തില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ അടുത്ത മാസം അവർ ചോദിച്ചു, ഫീസ് അടച്ചില്ല. വീട്ടിൽ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ ഇന്ന പോലെ എൻ്റെ മകൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ഞാനതെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് ടൂറിന് പോയി. ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സമയം, ഞായറാഴ്ചകളിൽ ചർച്ചിൽ പോകാത്ത സമയം. അങ്ങനെ എന്തൊക്കെയോ ആരുടെയൊക്കെയോ പ്രാർത്ഥനകൾ കൊണ്ട് ഞാൻ ആ കോഴ്സും പാസ്സായി. ഞാൻ എറണാകുളം കൊച്ചി എയർപോർട്ടിൽ ഞാൻ ജോലിക്ക് കയറി. കാർഗോ സെഷനിൽ ഞാൻ ജോലിക്ക് കയറിയപ്പോഴാണ് നമ്മളെ എല്ലാവരെയും നടുക്കിയ കൊറോണ എന്ന് പറയുന്ന വലിയൊരു വ്യാധി വന്നത്. ഞാൻ എങ്ങനെ ജോലിക്ക് കയറി, ഞാൻ എങ്ങനെ പോയി, അതുപോലെ തന്നെ തിരിച്ചു വന്നു. കാരണം ഫ്രഷേഴ്സായിട്ട് കയറിയവരെ എല്ലാവരെയും അവർ പിരിച്ചുവിട്ടു. ഞാൻ വീട്ടിൽ വന്നിരിപ്പായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെയാണെന്നറിയത്തില്ല.
വീട്ടിലിരുന്നപ്പോൾ എനിക്ക് വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല. വീട്ടിലിരിക്കുവാണെങ്കിൽ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കും, എവിടെയും പോകത്തില്ല, എവിടെയും ഇറങ്ങത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നൊരു നിമിഷം. അങ്ങനെ ഞാൻ ട്രാവൽ ചെയ്ത് ഞാൻ തിരുവല്ലയിലേക്ക് പിന്നെ ഞാൻ വന്നു. തിരുവല്ല പിന്നെയും വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടുത്തെ അങ്കിൾ ഒരു പാസ്റ്ററാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവരുടെ കൂടെ ഇരിക്കാം, അവരുടെ കൂടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ഒന്ന് കളിക്കാമെന്നൊക്കെയാണ് ചിന്തിച്ച് ഞാൻ പോയതാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം മടിയനായിരുന്നു പോകാൻ. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരൊരു പാസ്റ്റർ ആയതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ അവരുടെ വീട്ടിൽ എപ്പോഴും പ്രാർത്ഥന. ഞാൻ അവസാനം ആലോചിച്ച് ഞാൻ കടന്നു വന്നത് പെട്ടുപോയല്ലോ എന്ന് ആലോചിച്ചു. ഞാൻ അവിടെ ചെന്നു, മനസ്സില്ലാ മനസ്സോടെ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. പക്ഷെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പാസ്റ്റർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചിവനെ നീ പോകുന്ന പാത ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ബിക്കോസ് നിനക്കൊരു കോളിംഗ് ഉണ്ട്. ആ കോളിംഗ് നീ അറിയാതെ, നിനക്കറിയാം നിൻ്റെ മനസ്സിലുണ്ട് ഇന്നതാണ് സംഭവിക്കുന്നത്, ഇന്നത് വേണ്ടി ഇപ്പം നീ പോകുമെന്ന് നിനക്കറിയാം, പക്ഷേ നീ ചെറുതായിട്ട് വഴികളൊന്ന് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ ചിന്തിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജനിച്ച സമയത്ത് ഏറ്റവും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ എൻ്റെ അമ്മ കടന്നുപോയി. ഒന്നെങ്കിൽ കുഞ്ഞിനെ കിട്ടും, അല്ലെങ്കിൽ അമ്മയെ കിട്ടും, അങ്ങനത്തെ ഒരു രീതിയിൽ കടന്നുപോയി. അപ്പം പപ്പ അവിടെ ഒരു തൂണുണ്ട്, ആ ആശുപത്രിയുടെ തൂണിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കാം, കർത്താവ് ഈ കുഞ്ഞിനെ തരുവാണെങ്കിൽ ദൈവവേലയ്ക്ക് ഞാൻ സമർപ്പിക്കാമെന്നൊരു പ്രാർത്ഥന. ആ ഒരു സമർപ്പണം എൻ്റെ മുകളിൽ കിടക്കുന്നിടത്തോളം കാലം എൻ്റെ പപ്പ എപ്പോഴും പറയും, നീ എങ്ങനെ പോയാലും എന്തൊക്കെ ജോലി ചെയ്തെന്ന് പറഞ്ഞാലും നീ ഈ ബൈബിൾ എടുക്കും, നീ ദൈവത്തിന് വേണ്ടി തന്നെ പ്രയോജനപ്പെടും എന്ന് എപ്പോഴും എൻ്റെ പപ്പ പറയുമായിരുന്നു. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ, എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ വാങ്ങണം. ആ ഒരു തീരുമാനിച്ച് ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. അന്ന് ആ യോഗം കഴിഞ്ഞ് ഞാനവിടെ ഇരിക്കുമ്പോൾ വേറൊരു അങ്കിൾ വന്നിട്ട് പറഞ്ഞു, ചിബിനെ നീ ബൈബിൾ കോളേജിൽ പോകണം. എനിക്കറിയത്തില്ല എന്താണ് നിന്നോട് വന്നത് പറയാൻ എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ പറയുന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഉദ്ദേശിക്കുന്ന വഴി എന്താണെന്ന് വെച്ചാൽ അത് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, അങ്ങനോട് നേരിട്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി. എൻ്റെ ജീവിതത്തിൽ ആരോ സംസാരിക്കുന്ന പോലെ, നീ പോകുന്ന വഴി, ദിസ് ഈസ് നോട്ട് യുവർ വേ, യു നീഡ് ടു ഗോ, യു ഷുഡ് ഗോ ഇൻ മൈ വേ. നീ പോകുന്ന വഴി നിന്റെ തീരുമാനത്തിലുള്ള വഴികളാണ് നീ പോകുന്നത്, പക്ഷേ നീ എൻ്റെ വഴികൾക്ക് നീ തിരിയണം. ആ ഒരു ശബ്ദം എൻ്റെ ജീവിതത്തിൽ കേൾക്കുവാനിടയായി തീർന്നു. ആ ഒരു ശബ്ദം കേട്ട് ഞാൻ അന്നേരം തന്നെ സമർപ്പിച്ചു, ദൈവവേലയ്ക്ക് ഇറങ്ങാമെന്ന് ഞാൻ സമർപ്പിച്ചു. ആ ഒരൊറ്റ പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയാണ്. ദൈവവേലയ്ക്ക് ഞാൻ സമർപ്പിച്ചു, ദൈവവേലയ്ക്ക് ഞാൻ പോകും, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി പാടും. ഇതിൻ്റെ നടുവിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എറണാകുളത്തായിരുന്നപ്പോൾ ഞാൻ സിനിമ പാട്ടുകളൊക്കെ പാടാൻ ഓരോ ഹോട്ടൽസിലൊക്കെ പോകുന്നു. എനിക്കൊരു ഗിറ്റാറും തൂക്കി ഞാനിങ്ങനെ പോകും. അങ്ങനെയൊക്കെ നടന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി പാടുവാണെങ്കിൽ ദൈവത്തിന് വേണ്ടി മാത്രം ഞാൻ പാടുമെന്ന് ഒരു തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് നിങ്ങളുടെ നടുവിൽ ഇന്ന് ഇങ്ങനെ വന്ന് ദൈവവചനം സംസാരിക്കുവാനും എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളോട് സംസാരിക്കുവാനും ദൈവം എനിക്ക് കൃപ പകർന്നു തന്നത് യേശു എന്നെ കണ്ടതുകൊണ്ടാ, തൻ്റെ ചങ്കി എനിക്ക് തന്നതുകൊണ്ടാ, ചോര കൊടുത്ത് എന്നെ സ്വന്തമാക്കിയത് കൊണ്ടാ. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയായിരുന്നു, അങ്ങനെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയായിരുന്നു, പക്ഷേ അപ്പൻ്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ ആരോടൊക്കെയോ ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, നിന്നെ അപ്പൻ്റെ സ്നേഹം നിന്നെ മാറ്റിമറിക്കുന്ന ദിവസമായിരിക്കട്ടെ. നീ പോകുന്ന വഴിയിൽ നീ സഞ്ചരിക്കുമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മുടിയനായ പുത്രനെ പോലെ നിന്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് നീ തിരിഞ്ഞോടി വേറെ ദേശത്തേക്ക് നീ ഓടുന്നുണ്ടെങ്കിൽ, അവിടെ വെച്ചൊരു തീരുമാനം നീ എടുക്കാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഞാൻ ആയിരുന്നെങ്കിൽ ഇത് ഞാൻ കഴിക്കത്തില്ലായിരുന്നു. എത്ര സമൃദ്ധിയായി എനിക്ക് ജീവിതത്തിൽ നന്മകൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചേനെ. അതുകൊണ്ടൊരു തീരുമാനം അവനെടുത്തു, ഞാൻ മടങ്ങി ചെല്ലും. അപ്പനോട് ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ആ ഒരു പാപബോധം ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇന്ന് പകൽക്കാലം നീ മനം തിരിയുവാൻ തയ്യാറാണെങ്കിൽ അപ്പൻ്റെ സ്നേഹം നിന്നെ മാറ്റിമറിക്കുന്ന ദിവസമാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തിനൊന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, ആമേൻ.
ജീസസ്. അതുകൊണ്ടൊന്ന് വിശ്വസിച്ചേ. യേശു എന്നെ കണ്ടു, തൻ്റെ ചങ്കു തന്നു, ചോര കൊടുത്തെന്നെ തൻ്റെ സ്വന്തമാക്കി. യേശു എന്നെ കണ്ടു, തൻ്റെ ചങ്കു തന്നു, ചോര കൊടുത്തെന്നെ തൻ്റെ സ്വന്തമാക്കി. പറഞ്ഞേ, ഉള്ളതു പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പൻ്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഉള്ളതു പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പൻ്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. എല്ലാവരും ഒന്ന് എഴുന്നേക്കാമോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഇന്ന് നമ്മളൊന്ന് ചേർന്നൊന്ന് പാടാൻ വേണ്ടി പോവുകയാണ്. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയായിരുന്നു, പക്ഷെ അപ്പൻ്റെ സ്നേഹം എന്നെ മാറ്റി മറിച്ചു എന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് പാടാം. എല്ലാവരും കൈയൊന്ന് അടിക്കാം, എല്ലാവരും കൈയൊന്ന് അടിക്കാം. എന്താ പറയാ, എന്നാ ഇപ്പ ചെയ്യാ, രൂപയൊന്നല്ലാതെ എന്നാ പറയാനാണ്, എന്നാ പറയാ, എന്നാ ഇപ്പ ചെയ്യാ, കൃപയൊന്നല്ലാതെ എന്നാ പറയാനാണ്. ചേർന്ന് പറഞ്ഞേ, ഓ യേശുവനെ കണ്ടു, തന്റെ ചങ്കു തന്നു, ഓ ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. യേശുവനെ കണ്ടു, തന്റെ ചങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പൻ്റെ സ്നേഹമല്ലേ. ഓ ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പൻ്റെ സ്നേഹമല്ലേ മാറ്റിമറിച്ചു. ഇങ്ങനല്ല എനിക്ക് അവിടെ വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് ആരാധിക്കണമെന്നുണ്ട്. പക്ഷേ ഈ വയറിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനല്ല ആരാധിക്കേണ്ടത്. നന്നായിട്ട് കരങ്ങളൊക്കെ തട്ടി യേശുവിന് നമ്മളെ കണ്ടത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ആണോ? അയ്യോ ആണോ? യേശു നമ്മളെ കണ്ടത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. തൻ്റെ ചങ്ക് നമുക്ക് തന്നത് കൊണ്ടാണ്. ആണോ? വിശ്വസിക്കുന്നുണ്ടോ മോളെ? ഉണ്ടോ? ഉണ്ട്. സോ യേശു നമ്മളെ കണ്ടു, തൻ്റെ ചങ്ക് തന്നു, ചോര കൊടുത്ത് നമ്മളെ സ്വന്തമാക്കി. ഓടി വാ. ഒന്ന് പറഞ്ഞേ, നമ്മുടെ അച്ചാച്ചന്മാരും ചേച്ചിമാരൊക്കെ ഒന്ന് കേൾക്കുന്ന പോലെ പറയും. യേശു എന്നെ കണ്ടു, തൻ്റെ ചങ്ക് തന്നു, ചോര കൊടുത്ത് എന്നെ സ്വന്തമാക്കി. അതുകൊണ്ട് ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയായിരുന്നു. തല്ലിപ്പൊളിയായിരുന്നു. പക്ഷെ അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഒരു ക്ലാപ്പ് കൊടുത്തേ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ മാറ്റിമറിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്, അല്ലേ? ദൈവത്തിന്റെ സ്നേഹം നമ്മളെ മാറ്റിമറിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്, അല്ലേ? നമ്മുടെ കയ്യിലിരിപ്പ് മോശമായിരുന്നു, നമ്മൾ ആകെ മൊത്തം ദോഷമായിരുന്നു, ഉള്ളിലൊക്കെ ദോഷങ്ങൾ വിചാരിച്ചവരായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പാട്ടുണ്ട്, ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും എൻ്റെ മേലെന്തുവാ ഒരു ഫലവും കായ്ച്ചില്ല. സോറി കേട്ടോ, ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തതല്ല. ഓക്കെ, ഒരു ഫലവും കായ്ച്ചില്ല. പക്ഷെ എങ്കിലും ഈ കൊമ്പിനെ വെട്ടാതെ, അല്ലേ? ഇന്ന് നമ്മളെ നിലനിർത്തുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. So ready, 1 2 3
കൈയടിച്ചോ. യേശുവനെ കണ്ടു, തന്റെ ചങ്കു തന്നു, ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. യേശുവനെ കണ്ടു, തന്റെ ചങ്കു തന്നു, ഓ ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തള്ളിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹമെന്നെ മാറ്റിമറിച്ചു. ഓ ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തള്ളിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹമെന്നെ. ചേർന്ന് എന്നാ പറയാ, എന്താ പറയാ, എന്താ ഇപ്പ ചെയ്യാ, രൂപയൊന്നല്ലാതെ എന്നാ പറയാനാണ്. ഒന്ന് ശബ്ദം ഉയർത്തി പാടിക്കേ. എന്നാ പറയാ, എന്നാ ഇപ്പ ചെയ്യാ, രൂപയൊന്നല്ലാതെ എന്നാ പറയാനാണ്. 1 2 3 4 യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ഓ തന്റെ സ്വന്തമാക്കി. ഓ യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. ഒരിക്കൽ കൂടി യേശുവനെ കണ്ടു, യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. ഒരിക്കൽ കൂടി യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ഓ ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. ഓ ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തള്ളിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹമെന്നെ. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തള്ളിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹമെന്നെ. കയ്യിലിരിപ്പു മോശം, ആകെ മൊത്തം ദോഷം, ഉള്ളിലെല്ലാം രോഷം ആയിരുന്നെ. യേശുവിൻ സുവിശേഷം ഉള്ളിൽ വന്ന ശേഷം പാപങ്ങളെ ശേഷം. വിശ്വസിക്കുന്നുണ്ടോ? ചേർന്ന്. കയ്യിലിരിപ്പു മോശം, ആകെ മൊത്തം ദോഷം, ഉള്ളിലെല്ലാം രോഷം ആയിരുന്നെ. യേശുവിൻ സുവിശേഷം ഉള്ളിൽ വന്ന ശേഷം പറഞ്ഞ പാപം മാറിപ്പോയെന്നേ. യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. യേശുവനെ കണ്ടു, യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. യേശുവനെ കണ്ടു, യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ഓ ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ഓ ചോര കൊടു തന്നെ തന്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തള്ളിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹമെന്നെ. ഓ ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തള്ളിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹമെന്നെ മാറ്റിമറിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ. എത്ര പേർക്ക് എനിക്കറിയാം, കുറച്ച് പേർക്ക് ഇവിടെ ഫ്രണ്ടിൽ വന്ന് ഒന്ന് ഡാൻസ് കളിച്ച് പാടണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ അങ്ങനെ ആഗ്രഹമുള്ളവരെല്ലാവരും ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് വരാമോ? കുറച്ച് പേര് മതി കേട്ടോ, കുറച്ച് പേര് മതി. ആഗ്രഹമുണ്ടോ? അയ്യോ, ഞാനല്ല ചോദിക്കുന്നത്, യേശു അപ്പച്ചൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആർക്കേലും ഫ്രണ്ടിൽ വന്ന് ഈ പാട്ട് യേശു നിന്നെ കണ്ടെങ്കിൽ, യേശു ചങ്ക് തന്നെങ്കിൽ, ചോര കൊടുത്ത് സ്വന്തമാക്കി എന്ന് പറഞ്ഞെങ്കിൽ ആ യേശുവിനെ ആരാധിക്കുവാൻ ബാബാ. യെസ്, ഞങ്ങളുടെ ചേട്ടന്മാരുടെ ഭാഗത്തു നിന്ന് വരാമോ? വന്നോ വാ, ഓടി വാ. നമ്മളിന്ന് കർത്താവിന് നമ്മൾ ചേർന്ന് ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കറിയാം നിങ്ങൾ ക്ലാസ്സുകൾ കേട്ട് കാണും, നിങ്ങൾ നല്ല കഥകൾ കേട്ട് കാണും. യെസ്, ചേട്ടന്മാരുടെ ഭാഗത്തു നിന്ന് ഒന്ന് വരാമോ? ഒന്ന് ഞാൻ പറഞ്ഞു, ഞാനല്ലേ വിളിക്കുന്നത്, സാക്ഷാൽ യേശു അപ്പച്ചൻ നിങ്ങളെ വിളിക്കുകയാണ്. സോ കം, വാ, ഓടി വാ. യേശു അപ്പച്ചനോട് സ്നേഹമുള്ളവരെല്ലാവരും മോർണിംഗ് വന്നേ, വാ, ഓടി വാ. യെസ്, ഇനി ഞാൻ ഓരോരുത്തരെ വിളിക്കേണ്ടി വരും. ഓക്കെ കുറച്ച് പേര് അതെ കേട്ടോ, കുറച്ച് പേര്. ഓക്കെ, ഡാൻസ് കളിച്ച് കാണിച്ചു തരാം. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ചേർന്ന് പാടാൻ വേണ്ടി പോവാ കേട്ടോ. സന്തോഷമാണോ? ഞങ്ങളുടെ പവർ വിഷന് ഞങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. എന്താണെന്നറിയാമോ? എന്താ പറഞ്ഞോ? ഞങ്ങൾക്ക് ജീസസ് ലാംസ് എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ജീസസ് ലാംസ്? ഉണ്ട്. ജീസസ് ലാംസ് ഇഷ്ടമാണോ? അതിനകത്ത് ഞങ്ങളൊരു പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആരെങ്കിലും പറയോ? അതിനകത്ത് ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അത് തന്നെ. സോ ജീസസ് ലാംസ് ആരും റെഡി നിങ്ങൾ ചോദിക്കും. പക്ഷെ ഞാൻ ഇന്നിവിടെ ചോദിക്കാൻ പറഞ്ഞത്, all the youths, are you ready? yes എങ്ങനെ പറയണ്ടെന്നറിയോ? ഓ യെസ്. കൂട്ടുകാരനെ അറിയാം. കൂട്ടുകാരെ ഒന്ന് ഓടി ഓടി വാ. അപ്പൊ ഞാൻ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, റെഡി? all the youths, are you ready? ഒന്നുടാ, എല്ലാരും വെച്ചില്ല, എല്ലാരും വെക്കണം കേട്ടോ. ആരും നിങ്ങള് ഈ എന്താ പറയാ, പ്രായമായെന്ന് ആരും ചിന്തിക്കുക വേണ്ട. നമ്മളെല്ലാവരും യൂത്ത് മീറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രായമായവരൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളെല്ലാവരും പ്രായത്തിൽ ഏറ്റവും കുറയത് കേട്ടോ. ഓക്കെ, റെഡി? ജീസസ് ലാംസ് ആണോ? all the youths, are you ready? yes. ഓക്കെ, അപ്പൊ നമുക്ക് ചേർന്ന് പാടാം. Ready? 1, 2, 3, go! എല്ലാ കേടേശ്, എല്ലാ കേട്. യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. യേശുവനെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. എല്ലാരും ഇങ്ങനെ ദോഷം. യേശുവനെ കണ്ടു, എല്ലാരും ഇങ്ങനെ ദോഷിക്കണം. തന്റെ ശങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. ഓക്കെ, ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ. യേശു എന്നെ കണ്ടെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ആക്ഷൻ ഒന്നും കാണിക്കാൻ സാധിക്കും. യേശു എന്നെ കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ എല്ലാവരും ഒന്ന് കൈ ഒന്ന് വേവ് ചെയ്ത് ഇങ്ങനെ, എല്ലാവരും. സോ യേശു എന്നെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. ഒന്നൂടെ. ഓ യേശു എന്നെ കണ്ടു, തന്റെ ശങ്കു തന്നു, ചോര കൊടുത്തെന്നെ തന്റെ സ്വന്തമാക്കി. എല്ലാവർക്കും പിടി കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, റെഡി? നമുക്കൊന്നുകൂടെ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ.
പാട്ടുപുസ്തകത്തിലെ 47-ാമത്തെ പാട്ടാണ് കേട്ടോ. എല്ലാവർക്കും അറിയാലോ? ഓക്കെ. എന്നാ പറയാ എന്നാ ഇപ്പ ചെയ്യാ കൃപയെന്നല്ലാതെ എന്നാ പറയാനാണ് എന്താ പറയാ എന്നാ ഇപ്പ ചെയ്യാ കൃപയെന്നല്ലാതെ എന്നാ പറയാനാണ് യേശുവനെ കണ്ടു തന്റെ ചങ്കു തന്നു ചോരമോട് തന്നെ തന്റെ സ്വന്തമാക്കി യേശുവനെ കണ്ടു തന്റെ ശങ്കു തന്നു ചോരമോട് തന്നെ തന്റെ സ്വന്തമാക്കി. എല്ലാവരും ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പോലെയാണ് അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പോലെയാണ് അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഒന്നുകൂടെ ഒന്ന് ചേർന്ന് പാടാം. ഇവിടെ കീബോർഡ് അച്ഛൻ പറയുന്നു താളം ചെറുതായിട്ടൊന്ന് മാറി അല്ലേ അച്ഛാ? അച്ഛാ എനിക്ക് കീബോർഡ് ഇതിനകത്തൊന്ന് കൂട്ടിത്തരാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഒന്ന് പാടാം. ഓക്കെ ഓക്കെ, സന്തോഷമാണോ? യേശു നമ്മളെ കണ്ടത് സന്തോഷമാണോ? അല്ലേ? അപ്പൊ ഇത്രയും നേരം നമ്മൾ ആരാധിച്ചതോ സന്തോഷമല്ലേ? സന്തോഷമാണോ? തൻ്റെ ചങ്ക് നമുക്ക് തന്ന സന്തോഷമാണോ? നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടോ? പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടുണ്ടോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച്, എല്ലാവരും ഇവിടെ. ഓക്കെ, നിങ്ങൾ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിലിം കണ്ടിട്ട് കരഞ്ഞവർ എത്ര പേരുണ്ട്? കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ജസ്റ്റ് ഒരു അഭിനയം മാത്രമല്ലേ? അപ്പോൾ ദൈവം യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി സഹിച്ചത് നമ്മളൊന്ന് മനസ്സിലോർക്കുമ്പോൾ ആ ഫിലിം കണ്ട് നമ്മൾ കരഞ്ഞെങ്കിൽ നമ്മൾ വചനത്തിൽ പറയുന്ന പോലെ തന്നെ ഉഴവു ചാൽ പോലെ കീറുന്നൊക്കെയല്ലേ പറയുന്നത് അല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. യേശു അപ്പച്ചൻ്റെ മുഖം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അത്രയേറെ പ്രയാസങ്ങൾ യേശു അപ്പച്ചൻ നമുക്ക് വേണ്ടി സഹിച്ചു. അതിലുപരി നമ്മളവനെ നിന്ദിച്ചു. നമ്മൾ മുഖം പോലും യേശു അപ്പച്ചന് കൊടുത്തില്ല എന്നാണ് വചനത്തിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച് നമ്മുടെ പാപത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, നമ്മൾക്ക് വേണ്ടി മരക്കുരിശിൽ കയറിയ കർത്താവിൻ്റെ മുഖം, ആ കർത്താവ് നമുക്ക് വേണ്ടി തന്ന രക്തത്തിൻ്റെ ആ ഒരു വാല്യൂ നിങ്ങൾ ഏറ്റവും അധികമായി നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം എങ്ങനെ ആകുമെന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കത്തില്ല. എങ്ങനെയാണ് അടുത്ത സെക്കൻഡ് എന്ന് പോലും നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും സാധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പുണ്ട് അടുത്ത എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്ര ലോട്ടറി അടിക്കും, എനിക്ക് ഇന്ന പോലെ വലിയ വീട് കിട്ടും, അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? അതോ അടുത്ത നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഈ ബിൽഡിംഗ് എല്ലാം പൊളിച്ച് പറന്ന് ഞാൻ പോകുന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ചിന്തിക്കാൻ പറ്റത്തില്ല. നാളെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. നാളത്തെ ദിവസം നമുക്ക് എന്ത് ലഭിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇന്നത്തെ ദിവസം ദൈവം ഇന്ന് നമുക്ക് ദാനമായി തന്നെങ്കിൽ, ദൈവം നമ്മളെ ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയെങ്കിൽ ദൈവത്തിന് ഏറ്റവും അധികമായി സ്തുതിക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പാട്ട് പാടാം കേട്ടോ. ഞാൻ UAE കടന്നുപോയപ്പോൾ, ഞാൻ ദുബൈയിൽ കടന്നുപോയപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഗ്യാതറിങ്, ഒരു ചർച്ചിൻ്റെ ഒരു ഗ്യാതറിങ് ഉണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ഏകദേശം ഒരു പകുതിയായപ്പോൾ ഡോറ് തുറന്ന് ഒരു അമ്മയും ഒരു മകനും കൂടെ കയറി വരുന്നു. അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ കുഞ്ഞിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവൻ വീൽ ചെയറിലാണ് വരുന്നത്. അവൻ നടക്കാൻ പറ്റത്തില്ല, വീൽ ചെയറിൽ വരികയാണ്. വീൽ ചെയറിൽ വന്നിട്ട് ഒരു സൈഡിൽ വന്നിട്ട് ഞാൻ ഓർത്ത് അവിടെ വന്നിരുന്ന് കൈയടിക്കുമെന്ന്. പക്ഷേ
ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ഈ കുഞ്ഞാണെങ്കിൽ ഈ വീൽ ചെയർ എല്ലാം കൂടെ തള്ളിയിടുന്ന പോലെയാണ് അതിനകത്ത് നിന്ന് ആരാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ കൈ ഇത്രയും ഉയർത്തുന്ന നമ്മൾ ഒരു കാലം ചലിക്കാതെ, ഒന്നിനും പറ്റാതെ, ആരാധിക്കുവാൻ പോലും പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ, തനിക്കുള്ള സാഹചര്യത്തിൽ നിന്ന് കർത്താവിനെ ഏറ്റവും അധികമായി സ്തുതിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വരെ അവിടെ ഇല്ലാതായി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചെറുപ്പത്തിൽ, നിങ്ങളുടെ ഈ പ്രായത്തിലുള്ള എത്രയോ പേർക്ക് പല രോഗങ്ങളും പല പ്രശ്നങ്ങളും, ഓട്ടിസം, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ആയിട്ട് അവർ വീട്ടിലിരിക്കുമ്പോൾ യേശുപ്പച്ചൻ നമുക്ക് ഈ ഒരു നല്ല അവസരം, യേശുപ്പച്ചനെ സ്തുതിക്കാൻ യേശുപ്പച്ചൻ നമുക്ക് തന്നില്ലേ? ഇല്ലേ? പഠിക്കാൻ ബുദ്ധി തന്നില്ലേ? ഇന്ന് 2 കാലും വെച്ച് ഇങ്ങനെ ഉയർത്താൻ പറ്റുന്നില്ലേ? കൈ ഇങ്ങനെ ഉയർത്താൻ പറ്റുന്നില്ലേ? ഇതൊക്കെ ആരുടെ കൃപയാ? പറഞ്ഞേ, യേശു അപ്പച്ചൻ്റെ കൃപ. ഇന്ന് യേശുവിൻ്റെ സാന്നിധ്യം ഏറ്റവും അധികമായി നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ യേശുവിനെ, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. എൻ്റെ ജീവിതം ഏറ്റവും നഷ്ടപ്പെട്ട ഒരു സമയത്തോടെ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തായി തീരുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ എറണാകുളം, ഞാൻ പഠിച്ച ഹോസ്റ്റലിൽ നിന്ന് എന്നെ ഫീസ് കൊടുക്കാൻ പറ്റാതെ എന്നെ ഇറക്കി വിട്ടപ്പോൾ കൃത്യം ഒരാഴ്ച ഞാൻ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലും വൈറ്റില ഹബ്ബിലും ഒക്കെ താമസിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കുളിച്ച്, സോപ്പൊന്നും മേടിക്കാൻ പൈസയില്ല, എൻ്റെ ഒട്ടും പൈസയില്ല, പറയാൻ പറ്റത്തില്ല. ഞാൻ കിട്ടുന്ന പൈസയെല്ലാം ഞാൻ ഇങ്ങനെ ചിലവാക്കുക. കൂട്ടുകാർ അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈറ്റിലേന്ന് ഞാൻ നടന്ന് എറണാകുളത്ത് പരിചയമുള്ളവരുണ്ടോ? ഉണ്ടോ? എറണാകുളം പരിചയമുള്ളവരുണ്ടോ? ഇവിടെ ആരെങ്കിലും പഠിക്കുന്നവർ ഉണ്ടോ? ഇല്ല. വൈറ്റിലേന്ന് കല്ലൂര് വരെ ഒന്ന് നടക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മൾ കുളിച്ച വരുമോ? ഞാൻ അങ്ങനെ നടന്ന് ഞാൻ കല്ലൂര് വരെ ഞാൻ പോയിട്ടുണ്ട്. എന്ത് ആകും കർത്താവ്, ഞാൻ ഇങ്ങനൊക്കെ ഒരു കർത്തദാസന്റെ മകനായിട്ട് ജനിച്ചു. ഞാൻ അനുസരണക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനെന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരാളുടെ കാര്യം ഞാൻ ആലോചിച്ചു. യോനയോട് ദൈവം പറഞ്ഞു, എവിടെ പോണമെന്നാ? നിനവേ പോണമെന്ന് പറഞ്ഞു. യോന എന്ത് ചെയ്തേ? തർശീസിലേക്ക് പോയി. അങ്ങനെ പോയതുകൊണ്ട് യോനയുടെ ജീവിതത്തിൽ എന്താ നടന്നത്? കപ്പലൊന്ന് ആടി ഉലയാൻ തുടങ്ങിയല്ലേ? തിരമാലയെല്ലാം പൊങ്ങി കപ്പൽ തകരുമാറായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു യോനയായിരുന്നു. ഞാൻ കാരണം എൻ്റെ ജീവിതമാകുന്ന എൻ്റെ കുടുംബം ആടി ഉലയാൻ തുടങ്ങി. ഞാൻ കാരണം പല നഷ്ടങ്ങളും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ വന്നു. ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്നൊരു കാര്യം ഞാൻ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ, കർത്താവിനോട് എൻ്റെ കാര്യങ്ങളൊന്ന് ഏറ്റുപറയാൻ ഞാൻ തയ്യാറായപ്പോൾ, ദൈവം എന്നെ ഒരു നല്ല ഉണങ്ങിയ നിലത്ത് നിർത്തിയ പോലെ, ചെങ്കടൽ പിളർന്നൊരു നല്ല വഴി ദൈവം എൻ്റെ മുമ്പിൽ കാണിച്ചു തന്ന പോലെ ദൈവം എന്നെ നിർത്തിയെങ്കിൽ നിങ്ങളെ എത്രത്തോളം നിർത്തും? എത്ര അകന്ന് ഞാൻ പോയിട്ടുണ്ടെന്നറിയാവോ? കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന്, കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് എത്രമാത്രം ഞാൻ അകന്നു പോയിട്ടുണ്ട്. പക്ഷേ എന്നെ നിർത്തുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. ആ സ്നേഹം നിങ്ങളെ നിർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് പറഞ്ഞേ, യേശു എന്നെ കണ്ടു, തൻ്റെ ചങ്ക് തന്നു, ചോര കൊടുത്ത് എന്നെ സ്വന്തമാക്കിയ കർത്താവേ. ഉള്ളത് പറഞ്ഞാൽ തല്ലിപ്പൊലിയായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം മാറ്റിമറിച്ചതോർത്ത് ചേർന്ന് നല്ല കരങ്ങൾ തട്ടി ചേർന്ന് പാടാമോ? ഇപ്പൊ ചെയ്യാം നന്നായിട്ട് ഉഭയം തല്ലാതെ എന്നാ പറയാനാണ്, എന്നാ പറയാ, എന്നാ ഇപ്പൊ ചെയ്യാ, ഉഭയം തല്ലാതെ എന്നാ പറയാനാണ്. യേശുവിനെ കണ്ടു,
തന്റെ ചങ്കു തന്നു ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി യേശുവെന്നെ കണ്ടു തന്റെ ചങ്കു തന്നു ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി ചേർന്ന് പഠിക്കും. ഉള്ളത് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ കയ്യിലിരിപ്പു മോശം ആകെ മൊത്തം ദോഷം ഉള്ളിലെല്ലാം രോഷം തായിരുന്നത് യേശുവിൻ സുശേഷം ഉള്ളിൽ വന്ന ശേഷം പാവങ്ങളുടെ ശേഷം ഒന്നുകൂടെ പാടിക്കുക. കയ്യിലിരിപ്പു മോശം ആകെ മൊത്തം രോഷം ഉള്ളിലെല്ലാം രോഷം തായിരുന്നത് യേശുവിൻ സുശേഷം ഉള്ളിൽ വന്ന ശേഷം പാവങ്ങളുടെ ശേഷം. ചേർന്ന് യേശുവെന്നെ കണ്ടു യേശുവെന്നെ കണ്ടു തന്റെ ചങ്കു തന്നു ഓ ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി യേശുവെന്നെ കണ്ടു തന്റെ ചങ്കു തന്നു ഓ ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി അവൻ ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ് അപ്പന്റെ സ്നേഹം ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ് അപ്പന്റെ സ്നേഹം ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ് അപ്പന്റെ സ്നേഹം. യേശുവെന്നെ കണ്ടു തന്റെ ചങ്കു തന്നു ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി. ഒരു മോമനൊക്കെ കൊടുത്തേ. യേശുവെന്നെ കണ്ടു തന്റെ ചങ്കു തന്നു ഓ ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി. അവേ ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു വള്ളിപ്പൊളിയാണ്. ഉള്ളത് പറഞ്ഞാൽ എല്ലാവരും കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ദൈവ സാന്നിധ്യത്തിന് മുച്ചുമായി അനുഭവിക്കണമെങ്കിൽ ദൈവ സ്നേഹത്തിന് നിറവ് അനുഭവിക്കണമെങ്കിൽ ആ കരങ്ങൾ തട്ടി ശക്തിയോടെ ചേർന്ന് ആത്മസാന്നിധ്യം നിങ്ങളിൽ പരിവർത്തിക്കുന്നെങ്കിൽ ഇന്ന് നീ യേശുവിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ നിന്റെ ഹൃദയത്തിനൊരു തീരുമാനമെടുത്ത് ദൈവ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരുവാണെങ്കിൽ നിന്റെ സ്നേഹം മുറ്റുമായി ദൈവത്തിന് കൊടുക്കുവാണെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ ശക്തിയോടെ കരങ്ങളെടുത്ത് ഹല്ലേലൂയ ആത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലം അനുഭവിക്കുന്നെങ്കിൽ ഞങ്ങളങ്ങെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം സത്യത്തിലും ആത്മാവിലും ഒന്ന് ആരാധിച്ച് ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിക്ക്. ഓ നിന്നെ ഇത്രത്തോളം മാനിച്ച ദൈവത്തെ, നിന്നെ ഇത്രത്തോളം കരുതിയ ദൈവത്തെ, ഇത്രത്തോളം ഉയർത്തിയ ദൈവത്തെ ഇന്ന് പകൽക്കാലം കരങ്ങൾ തട്ടി ശക്തിയോടെ നിന്റെ മേൽ പരിവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ ചേർന്ന് ചില കെട്ടുകൾ ഇന്ന് പകൽക്കാലം പൊട്ടുകയാണ്. ദൈവ ആത്മാവിൽ ഞാൻ കണ്ടുകൊണ്ട് പറയുന്നു,
നിന്റെ ജീവിതത്തെ വലിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം എന്റെ യേശു അഴിച്ചു മാറ്റുന്നു. Oh, in the name of Jesus, in the authority of Jesus, in the name of Jesus, hallelujah, we break all the chains, we break all the satanic chains. ഇന്ന് നീ ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുന്നു. ഇന്ന് നിന്റെ മേൽ കെട്ടപ്പെട്ടിരിക്കുന്ന സാത്താന്റെ ചില കെട്ടുകളെ ഇന്ന് ദൈവം അഴിക്കുകയാണ്. നീ വിശ്വസിച്ചെടുത്തട്ടെ, വിശ്വസിച്ച് യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. Hallelujah. അല്പസമയം കൂടെ ചോർന്ന് കരങ്ങൾ അടിച്ച് ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ കീബോർഡിന്റെ സഹായത്താലല്ല, ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുന്നെങ്കിൽ നിന്റെ ബന്ധനങ്ങളെ ഇന്ന് പകൽക്കാലം അഴിയുന്ന ദിവസമാണ്. നിന്റെ കെട്ടുകൾ ഇന്ന് പൊട്ടുന്ന ദിവസമാണ്. ഭാവി തടസ്സമായി നിൽക്കുന്ന ചില പ്രയാസങ്ങൾ ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുന്നുവെന്ന് ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ പറയുന്നു. നീ തിരിച്ചു വരുവാൻ തയ്യാറാണെങ്കിൽ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. Oh Jesus, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit. Jesus. യേശുവിന്റെ രക്തം ചെയ്യാം. നീ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാമോ? എന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ ഒന്ന് തിരിച്ചു വരാമോ? ദൈവ സാന്നിധ്യം എന്ന് നിന്റെ ഹൃദയത്തിൽ ഏറ്റവും അധികമായി ഇടപെടുന്നു. എനിക്കറിയത്തില്ല, ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. അത് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കുന്നു. You need to return to the love of God. ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരണം. You need to return to the first love. ഇന്ന് ദൈവ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരണം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ദൈവമാണ് നിന്നെ ആദ്യമായി സ്നേഹിച്ചത്, അതുകൊണ്ടാണ് നീ ദൈവത്തെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ. ഓ ജീസസ്, ഞാൻ വെറുതെ ശബ്ദമെടുത്ത് പറയുന്നതല്ല കേട്ടോ, ഞാൻ വെറുതെ പറയുന്നത്, ഒരു ഹല്ലേലൂയ ഒരു കോലാഹലം ഉണ്ടാക്കാൻ ഞാൻ പറയുന്നതല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് ആരുടെയൊക്കെയോ ഹൃദയത്തിൽ, ഓ ജീസസ്, നീ നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നേ പറ്റൂ. അത് നിന്റെ ജീവിതത്തിൽ എന്ത് തടസ്സമാണെങ്കിലും, എന്ത് ബന്ധമാണെങ്കിലും, ഇന്ന് പകൽക്കാലം അതിനെ എല്ലാം മാറ്റിക്കളഞ്ഞ് ദൈവ സ്നേഹത്തിലേക്ക് return to the first love of God. Return to the first love of God. Oh rabashata. Oh Jesus. പ്രിയ കുഞ്ഞെ, നിന്നെ വലിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ചില ബന്ധങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് വിരൽ ചൂണ്ടി പറയുന്നു, break the satanic chain and return to the first love of God. Jesus. പൈശാചികമായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധങ്ങളെ ഇന്ന് നീ ഒന്ന് അഴിച്ചു മാറ്റുവാൻ തയ്യാറാണെങ്കിൽ, നീ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാണെങ്കിൽ, എനിക്ക് യേശുവിന്റെ മുഖത്തെ ഒന്ന് കാണണം, അതെന്ത് പ്രതികൂലമാണെങ്കിലും ഞാൻ കാണുമെന്ന് വിശ്വസിച്ച് കർത്താവേ എൻ്റെ ബന്ധനങ്ങളെ അഴിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നീ ഒന്ന് കൺഫസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിന്നെ ദൈവം വിടുവിക്കുന്ന പകലാണെന്ന് നീ വിശ്വസിച്ചോ. ഇനിയുള്ള ദിവസങ്ങൾ നിന്നെ ദൈവം വിടുവിക്കുന്ന, നിന്നെ മാനിക്കുന്ന, ശത്രുവിന്റെ മുൻപിൽ നിന്റെ തലകളെ ഉയർത്തുന്ന പകലാണെന്ന് നീ വിശ്വസിച്ചോ. ജീസസ്, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അതസ്ഥാനത്തിരിക്കും.
ഹല്ലേലൂയ. വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഓർപ്പിക്കുന്നു, ദൈവ സാന്നിധ്യം ഞാൻ ഏറ്റവും അനുഭവിക്കുന്നു. ആ ഒരു വാക്ക് മാത്രമാണ് നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നത്. റിട്ടേൺ ടു ദ ഫസ്റ്റ് ലവ് ഓഫ് ഗാഡ്. നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക. ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചു, ആ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു വരിക. അത് നിന്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഇന്ന് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുവോ? നീ എന്നെ ഇവരിലധികമായി സ്നേഹിക്കുന്നുവോ? അത് നിങ്ങളോട് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്നു. ലോകത്തിലുള്ളവയേക്കാൾ, ലോകത്തിൽ നീ സ്നേഹിക്കുന്നതിനേക്കാൾ, ലോകത്തിൽ നിനക്കുള്ള സൗഭാഗ്യങ്ങളെക്കാൾ നീ ഇതിലും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിന്നെ രക്ഷിച്ച, ചോര കൊടുത്ത്, തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത കർത്താവ് തന്നെ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? Don't be sit silly in the presence of God. ദൈവസന്നിധിയിൽ വെറുതെ നമ്മൾ ഇരുന്ന് ദൈവ സാന്നിധ്യത്തെ നമ്മൾ കളയാൻ പാടില്ല. പത്രോസിൻ്റെ അടുത്ത് യേശു കർത്താവ് വന്ന് ചോദിക്കുന്നത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് പത്രോസിൻ്റെ അടുത്ത് ഈ ചോദ്യം വന്ന് ചോദിക്കുന്നത്. നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ? ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ? ഒന്നല്ല, എത്ര പ്രാവശ്യം ചോദിച്ചു? 3 പ്രാവശ്യം. ഇന്ന് ആ ചോദ്യം തന്നെ കർത്താവ് നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്തിനേക്കാളും, എല്ലാറ്റിനേക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒറ്റിക്കൊടുത്ത പുള്ളിയാണ് കേട്ടോ, വെറുതെ അല്ല. സോറി, തള്ളി പറഞ്ഞതാണ് കേട്ടോ, തള്ളി പറഞ്ഞ പുള്ളിയാ. ഇവനെ എനിക്കറിയത്തില്ല, യേശുവിനെ എനിക്കറിയത്തില്ല, തള്ളി പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തിയെ വേണമെങ്കിൽ യേശുവിന് പിന്നെയും ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളെ തള്ളി പറഞ്ഞൊരു വ്യക്തിയെ നിങ്ങൾ പിന്നെയും തേടിപ്പോയി നിങ്ങൾ ചോദിക്കുമോ, നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ ചോദിക്കണ, നീ എന്നെ ഇപ്പോഴും തള്ളി പറയുമോ എന്നാണോ ചോദിക്കുന്നത്? നമ്മുടെ മാനുഷികപരമായിട്ടുള്ള ബുദ്ധിയിലൊന്ന് പറഞ്ഞേ, നിങ്ങൾ ചോദിക്കുമോ? ചോദിക്കത്തില്ല. മനുഷ്യന്റെ ബുദ്ധി അങ്ങനെ. പക്ഷെ ഇന്ന് നമ്മൾ വചനം ചിന്തിക്കുമ്പോൾ വചനം ഏറ്റവും അധികം പറയുന്നൊരു കാര്യമാണ്. യേശു ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഇന്നൊരു തീരുമാനമെടുക്കാം. കർത്താവേ, നീ എനിക്ക് ചെയ്ത എല്ലാ നന്മകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു, ഞാനത് ചിന്തിച്ച് നോക്കുന്നു. അത് ഞാൻ നന്ദിയോടെ ഞാൻ കാണുന്നു. ഞാൻ നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് തന്ന സ്നേഹത്തെ എനിക്കൊരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. ഒരിക്കലും എനിക്ക് അങ്ങേ പിരിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കത്തില്ല. അങ്ങനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ സ്നേഹിക്കുന്നു. പക്ഷെ ഒന്ന് പെട്ടെന്നൊന്ന് മറുപടി പറഞ്ഞേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, ഞാൻ അങ്ങേ സ്നേഹിക്കും. വി ലവ് യു ലോർഡ്, വി ലവ് യു ജീസസ്. ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞു, വി ലവ് യു ജീസസ്, വി ലവ് യു ജീസസ്. എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരും, വി ലവ് യു ജീസസ്. മറക്കാനാകുമോ നിൻ സ്നേഹത്തെ? പിരിയാനാകുമോ നിൻ സ്നേഹത്തെ? മറക്കാനാകുമോ നിൻ ത്യാഗത്തെ? പിരിയാനാകുമോ നിൻ സ്നേഹത്തെ? എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താലെന്നെ നിറയ്ക്കണേ എന്നും. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ
സ്നേഹത്താലെൻ്റെ നിറയ്ക്കണേ എന്നും എന്നും എൻ്റെ കൂടെ വേണമപ്പാ. ചേർന്നിട്ട് പറയാമോ? ഓ എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പ. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തി ചേർന്നിട്ട് വാങ്ങിച്ച് എന്നും എൻ്റെ, ഓ എന്നും എൻ്റെ കൂടെ വേണമപ്പ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പ. എന്നും എൻ്റെ, എന്നും എൻ്റെ കൂടെ വേണമപ്പ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പ. എല്ലാ കണ്ണുകളും അല്പസമയം ദൈവസന്നിധിയിൽ അടച്ച്, കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന വലിയ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ആഴം ഇന്ന് ഞങ്ങൾ ഏറ്റവും അധികമായി തിരിച്ചറിഞ്ഞ ദിവസമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പാടിയ പോലെ തന്നെ യേശു എന്നെ കണ്ടു, യേശു അങ്ങയുടെ ചങ്ക് ഞങ്ങൾക്ക് വേണ്ടി തന്നു. അങ്ങ് ഞങ്ങളെ ചോര കൊടുത്ത് തൻ്റെ സ്വന്തമാക്കി. കർത്താവ് ഉള്ളത് പറഞ്ഞാൽ ആർക്കും വേണ്ടാതെ, എല്ലാരാലും പരിഹസിക്കപ്പെട്ട്, എല്ലാരാലും മാറ്റി നിർത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു എൻ്റേത്. പക്ഷേ തല്ലിപ്പൊളിഞ്ഞു പോയ എൻ്റെ ജീവിതത്തെ എൻ്റെ അപ്പൻ്റെ സ്നേഹം മാറ്റിമറിച്ചിരിക്കുന്നു. ഇന്ന് ദൈവസ്നേഹം നീ മുറ്റുമായി തിരിച്ചറിഞ്ഞ്, കർത്താവ്, ഞാൻ അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരും പേര് വരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എടുത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ ദൈവം ശോധന ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ, ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ അവരെല്ലാം സഹായിക്കണം. കൃപയാൽ ഞങ്ങളെ നടത്തണം. പ്രാർത്ഥന യാചനയും കേട്ട കൃപയ്ക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറായിട്ട്. ഒരു നല്ലൊരു സെഷൻ കർത്താവ് ഇത്രത്തോളം എന്നെ ബലപ്പെടുത്തിയതോർത്ത്, നിങ്ങളെ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ മനസ്സ് നിറഞ്ഞ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഗോഡ് ബ്ലസ് യു ഓൾ. ഒരു കാര്യം, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ടുഡേ decide to come to the first love of God. Amen. God bless you.